ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അപ്ലൈ ചെയ്യാത്തവർക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് കമന്റ് ബോക്സിൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പല ഡൗട്ട്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഒരു സ്റ്റുഡന്റ് ചോദിച്ച ഒരു ഡൗട്ട് ക്ലിയറൻസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ലേണർ സപ്പോർട്ട് സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്താണ് ലേണർ സപ്പോർട്ട് സെന്റർ? ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും കുറച്ചധികം കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ നടത്താനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ ലേണർ സപ്പോർട്ട് സെന്ററുകൾ എന്ന് പറയുന്നത്. അപ്പം 4 റീജിയണൽ സെന്ററുകളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അപ്പൊ അതിൽ ഓരോന്നിലും ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും ഒരുപാട് കോളേജുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഈ ലേണർ സപ്പോർട്ട് സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ അഡ്മിഷൻ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നിങ്ങൾ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിളിൽ സ്റ്റുഡന്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഏകദേശം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒക്ടോബർ 25 വരെ വീണ്ടും നിങ്ങൾക്ക് അഡ്മിഷൻ നീട്ടിയിട്ടുണ്ട്. അപ്പം ചെയ്യാവുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഒരു സ്റ്റുഡന്റ് ലോഗിൻ സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റുഡന്റിന്റെ. അതിൽ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ലോഗിൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോവുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇമെയിൽ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ് വരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നു. അതിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൈ എൻറോൾഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ചേഞ്ച് LSC അത് പറഞ്ഞാൽ ലേണർ സപ്പോർട്ടിംഗ് സെന്റർ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ലേണർ സപ്പോർട്ട് സെന്റർ ചേഞ്ച് റിക്വസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ന്യൂ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും ന്യൂ റിക്വസ്റ്റ്. ഇപ്പം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്തയാണ് ഈ കുട്ടി കറന്റ്ലി ലേണർ സപ്പോർട്ട് സെന്റർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതിലാണ്, അതായത് ആ സപ്പോർട്ട് സെന്റർ ഇതിപ്പോ നമുക്ക് വീടിന് ഒരുപാട് ദൂരെയാണെങ്കിൽ നമുക്ക് വീടിന്റെ അടുത്തുള്ള ഒരു ലേണർ സപ്പോർട്ട് സെന്ററിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ അവർ ചോദിക്കുന്നുണ്ട് ഏതാണ് ഇനി നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ലേണർ സപ്പോർട്ട് സെന്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അത് ഇതാക്കി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട്, റീസൺ ചോദിക്കുന്നുണ്ട്, വൈ യു വോണ്ട് ടു ചേഞ്ച് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇത് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ നിങ്ങൾ വീടിന്റെ അടുത്തല്ലാന്നോ അല്ലെങ്കിൽ വീട് മാറിയെന്നോ അങ്ങനെയുള്ള റീസൺ കൊടുക്കുക, ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു റിക്വസ്റ്റും കൂടി ഇവിടെ ചെയ്യണം. നമ്മൾ റിക്വസ്റ്റ് എഴുതി കൊടുക്കണം. അതും കൂടി ഇവിടെ ഇതാക്കി സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് യൂണിവേഴ്സിറ്റിന്റെ ഇതിലേക്ക് ഒരു മെയിൽ പോകുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെന്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെന്റർ ചേഞ്ച് ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അല്ലെങ്കിൽ ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Thank you so much for watching this video.